മാർക്സിസം ഒരു തൊഴിലാളി വർഗ ആശയമാണ് എന്നാണ് പലരും മനസ്സിലാക്കിയതും മാർക്സിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നതും. എന്നാൽ തൊഴിലാളി വർഗത്തെ അവർ ഏത് ആശയത്തിലാണ് ഉറപ്പിച്ചു നിർത്തുന്നത് എന്ന് നമ്മളൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. മതത്തെ നശിപ്പിക്കുന്നതിന് പര്യാപ്തമായ നിലയിൽ തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും അവർക്ക് അഭ്യസനം നൽകുകയും ചെയ്യുന്ന ജോലി ശാന്തമായി നിർവഹിക്കുന്നതിന് തൊഴിലാളി സംഘടനകൾക്ക് കഴിവുണ്ടായിരിക്കണം. അല്ലാതെ മതത്തിന്റെ നേരെ ഒരു രാഷ്ട്രീയ സമരം അഴിച്ചുവിടുകയല്ല വേണ്ടത് എന്നാണ് ഏംഗൽസ് പറയുന്നത്. അപ്പൊ തൊഴിലാളി സംഘടനകൾ എന്ന പേരിൽ യഥാർത്ഥത്തിൽ സംഘടിപ്പിക്കാൻ മാർക്സിസ്റ്റുകൾക്കുള്ള ലക്ഷ്യം മതത്തിന് അവരെ എതിരാക്കുക എന്നുള്ളതാണ് എന്ന് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നാം മതങ്ങളോട് സമരം ചെയ്യണം. ഇത് ഭൗതികവാദത്തിന്റെയും തദ്വാര മാർക്സിസത്തിന്റെയും പ്രാഥമിക തത്വമാകുന്നു എന്നാണ് മാർക്സിസ്റ്റ് കിതാബുകളിൽ പറയുന്നത്. ദൈവത്തെ എങ്ങനെയാണ് മാർക്സിസം കാണുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഞങ്ങൾ ദൈവവുമായി മുഷ്ടിയുദ്ധം നടത്തും. സ്വർഗത്തിന്റെ അത്യുന്നതങ്ങളിൽ വെച്ചുപോലും ഞങ്ങൾ അവനെ ആക്രമിക്കും. എവിടെയെല്ലാം അവൻ അഭയം തേടുന്നുവോ അവിടെയെല്ലാം ഞങ്ങൾ അവനെ മുട്ടുകുത്തിക്കും എന്നാണ് കമ്മ്യൂണിസ്റ്റ് നേതാവായ ബിനോഹവ് പറയുന്നത്. ദൈവത്തെ അവരങ്ങനെയാണ് കാണുന്നത് എന്നർത്ഥം. ഒരു നിയമമെന്ന പോലെ എല്ലാ സോഷ്യലിസ്റ്റുകളും നിരീശ്വരവാദികളാണ് എന്നുകൂടി അവർ പറഞ്ഞു വെക്കുകയാണ്. ചുരുക്കത്തിൽ ദൈവത്തെ മാർക്സിസ്റ്റുകൾ കാണുന്നത് ദൈവം മുതലാളിത്തത്തിന്റെ സൃഷ്ടിയെന്നും അന്ധവിശ്വാസത്തിന്റെ ഫലമെന്നും ദൈവവിശ്വാസത്തെ നശിപ്പിക്കുക കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനപരമായ പ്രവർത്തനമാണ് എന്നും ദൈവവുമായി മുഷ്ടിയുദ്ധം നടത്തി ദൈവത്തെ തോൽപ്പിക്കണം എന്നുമാണ്. ഇനി കുടുംബ സംവിധാനത്തെക്കുറിച്ച് എന്താണ് മാർക്സിസ്റ്റുകളുടെ അഭിപ്രായം? അവരുടെ അഭിപ്രായ പ്രകാരം മനുഷ്യരൊക്കെയും ഒന്നാണ്, സമന്മാരാണ്. അതിനാൽ സ്വത്തും സ്ത്രീയും പൊതുമുതലാണ്. അതിലെല്ലാവർക്കും അവകാശമുണ്ട് എന്ന് വാദിച്ച പഴയകാലത്തെ ചില ഭരണാധികാരികളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് കുടുംബത്തെ പറ്റിയുള്ള അവരുടെ അഭിപ്രായം. നിലവിലുള്ള വിവാഹം ബൂർഷ്വാ വിവാഹമാണ് എന്നാണ് അവർ അഭിപ്രായപ്പെട്ടത്. മാത്രമല്ല, സൗകര്യം നോക്കിയുള്ള വിവാഹം തനി വ്യഭിചാരത്തിലേക്ക് അധപ്പതിക്കുന്നു എന്നുകൂടി അവര് പറഞ്ഞു വെക്കുകയാണ്. വിവാഹത്തെപ്പറ്റി അവരുടെ മറ്റൊരു അഭിപ്രായം കൂലിവേലക്കാരെ പോലെ ശരീരത്തെ അപ്പോൾ വിൽപ്പനക്ക് കൊടുക്കുകയല്ല, എന്നേക്കുമായി വിൽക്കുകയാണ് ചെയ്യുന്നത്. വേശ്യയും ഭാര്യയും തമ്മിൽ ഈ ഒരു ഭേദമേ ഉള്ളൂ എന്നാണ് മാർക്സ് ഏംഗൽസ് തിരഞ്ഞെടുത്ത കൃതികളിൽ പറയുന്നത്. അല്ലാതെ പോത്തിന്റെ സംസ്കാരം, വിവാഹത്തിന്റെ സംസ്കാരം വിട്ട് പോത്തുകളുടെ സംസ്കാരത്തിലേക്കാണ് മാർക്സിസം ക്ഷണിക്കുന്നത് എന്നർത്ഥം. വിവാഹമോചനത്തെയൊക്കെ വളരെ മികച്ച ഒരു കാര്യമായിട്ടാണ് മാർക്സിസ്റ്റുകൾ കാണുന്നത്. ഏകദാമ്പത്യത്തിന്റെ സാമ്പത്തിക സാഹചര്യങ്ങളാണ് വിവാഹത്തിന്റെ അഭംഗുരതയ്ക്ക് ഭാഗികമായി ഉത്തരവാദികൾ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെ സ്നേഹം വറ്റിപ്പോയെന്നോ മറ്റൊരു പാത്രത്തിലേക്ക് തിരിഞ്ഞുപോയെന്നോ വ്യക്തമായാലുടൻ വിവാഹമോചനം നടത്തുകയാണ് നല്ലത് എന്നുകൂടി തെരഞ്ഞെടുത്ത കൃതികളിൽ പറഞ്ഞു വെക്കുകയാണ്. സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് മാർക്സിസത്തിന്റെ അഭിപ്രായം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് റഷ്യയിൽ, സോവിയറ്റ് യൂണിയനിൽ നടന്നത് എന്താണ് എന്ന് നോക്കിക്കൊണ്ട് തന്നെയാണ്. 1925 എസനിൻ എന്ന ഭാവഗായകൻ ആത്മഹത്യ ചെയ്തു. വ്ളാദിമിർ മയക്കോവ്സ്കി 1929 ആത്മഹത്യ ചെയ്തു. ബോറിസ് പാസ്റ്റർനാക് മതാത്മകത കലർന്ന നോവൽ എഴുതി. നോവൽ തടയപ്പെട്ടു, വീട്ടുതടങ്കലിലായി. അവിടെ വെച്ച് അദ്ദേഹം മരണത്തിലേക്ക് നീങ്ങുകയാണ്. റഷ്യയെ വിമർശിച്ച് ലേഖനം എഴുതിയ സിന്യാവിസ്കിയെയും അദ്ദേഹത്തെ 7 വർഷത്തേക്കും ഡാനിയലിനെ 5 വർഷത്തിനും കഠിന ശിക്ഷ വിധിച്ചു. ബ്രഷ്നേവ്, സോൾഷനിത്സെന്നിന്റെ അനുഭവം നാം മറന്നിട്ടില്ല. യേവ്തുഷെങ്കോ റഷ്യ വിട്ടു പോകേണ്ടി വന്നു. ഇതൊക്കെ അവിടെ നടന്ന കാര്യങ്ങളാണ്. ചൈനയുടെ വൻമതിലിനുള്ളിൽ ഞെരിച്ചമർത്തപ്പെട്ട ഒരുപാട് സാഹിത്യ സൃഷ്ടികളുമൊക്കെ ഉണ്ട്. സർവരാജ്യ തൊഴിലാളികളെ ഏകോപിക്കുവിൻ എന്ന മുദ്രാവാക്യം തന്നെ ഒരു പ്രത്യേക വിഭാഗം ആളുകളെ വേർതിരിച്ചു നിർത്തി മറ്റൊരു വിഭാഗം ആളുകൾക്ക് എതിരാക്കുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു. അതുകൊണ്ട് മനുഷ്യരെ നാം ഒന്ന് എന്ന ആശയത്തിലേക്ക് നമ്മളെല്ലാവരും വരേണ്ടതുണ്ട്. മാർക്സിസത്തിനെ പറ്റിയും മതത്തെ പറ്റിയും
വ്യക്തമായി മനസ്സിലാക്കുവാൻ മതവും മാർക്സിസവും എന്ന പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്.